അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാളയം കല്ലിനോത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് സർവേ നാട്ടുകാർ തടഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം പണിയുന്നത്. പാളയം പ്രദേശത്തെ നാട്ടുകാർ അറിയാതെ ജനവാസ മേഖലയിലൂടെ അലൈൻമെന്റ് തയ്യാറാക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ആശങ്ക പരിഹരിച്ചാൽ പിന്തുണയ്ക്കുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സർവേ ആരംഭിച്ചു. പാളയം കല്ലിനോത്ത് കടവ് പാലം അപ്രോച്ച് റോഡിന്റെ സർവേയും ആരംഭിച്ചു. സർവേക്ക് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഇതേക്കുറിച്ച് പ്രദേശവാസികൾ അറിഞ്ഞത്. ഇതാണ് പ്രദേശവാസികളെ ക്ഷുഭിതരാക്കിയതും. പാലത്തിന്റെ ഒരു വശത്തുള്ള പാളയം പ്രദേശവാസികളുമായി കൂടിയാലോചനകളില്ലാതെ ജനവാസ മേഖലയിലൂടെ ഏകപക്ഷീയമായി അലൈൻമെന്റ് തയ്യാറാക്കുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം. പിന്തുണ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അലൈൻമെന്റിന്റെ കോപ്പി ഭൂ ഉടമകൾ ആവശ്യപ്പെട്ടുവെങ്കിലും അത് നൽകാൻ കഴിയില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. നിരവധി വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ശ്മശാനവും ഖബർസ്ഥാനും അടക്കം ഇപ്പോഴത്തെ അലൈൻമെന്റ് പ്രകാരം ഇല്ലാതാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ ഉള്ളതെന്ന് പാളയം മസ്ജിദ് സെക്രട്ടറി OV അനസ് പറഞ്ഞു. എന്നാൽ ഈ സർവേ നടപടികളുമായി പ്രദേശവാസികളായ പാളയം പ്രദേശത്തുള്ള ആർക്കും മുൻകൂറായിട്ട് ഒരു വിവരം ലഭിക്കുകയോ ഇതിന് തയ്യാറാക്കപ്പെട്ട അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് യാതൊരുവിധ അറിയിപ്പും നൽകാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു അലൈൻമെന്റ് അതനുസരിച്ചിട്ട് സർവേ ചെയ്യണം എന്ന് വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ജനകീയമായി എല്ലാവരും ചേർന്ന് ഈ നടപടിയെ എതിർത്തത്. നമുക്ക് ഈ പാലത്തിനോടനുബന്ധിച്ച് വരുന്ന വികസനത്തിനും ഈ നാട്ടുകാർ എന്നും കൂടെ ഉണ്ടാവും. പാലം അനിവാര്യമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ ഒന്നടങ്കമുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, കുറേ വീടുകൾ നഷ്ടപ്പെടുന്നവരുണ്ട്, 2 സമുദായ ശ്മശാനങ്ങൾ, 2 മതവിഭാഗത്തിന്റെ ശ്മശാനം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പല അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള വീടുകൾ പോലും നഷ്ടപ്പെടും എന്നുള്ളത് ഇന്ന് മാത്രമാണ് പ്രദേശവാസികൾക്ക് ബോധ്യപ്പെട്ടത്. ആയതിനാൽ ഈ ആശങ്കകളൊക്കെ പരിഹരിച്ചതിന് ശേഷം സർവേ നടപടികളുമായും മറ്റു നടപടികളുമായും നമ്മൾ സഹകരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത്. പാലത്തിന് ആരും എതിരില്ലെന്നും നാട്ടുകാരുടെ ആശങ്ക അകറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തുറന്ന ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് AMLP സ്കൂൾ മാനേജർ MT കുഞ്ഞും പറഞ്ഞു. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ കാര്യങ്ങൾ പരിഹരിക്കണം. അതിനവരെ വിളിച്ചു ചേർക്കണം. എന്തായാലും പ്രദേശത്ത് ജനകീയ സമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ആശങ്ക അകറ്റിയാൽ പദ്ധതിയുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ജനകീയ സമിതി വ്യക്തമാക്കുന്നത്. ജനവാസ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് ബദൽ അപ്രോച്ച് റോഡ് എന്ന ആശയവും സമിതി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഭൂ ഉടമകളുടെ യോഗം ചേരാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഉപരോധത്തിന് വാർഡംഗം OV ബുഷ്റ, OV അനസ്, C ഷംസുദ്ദീൻ, KC അബ്ദുറഹിമാൻ, K ശശി, മധു പാളയം, MK അബ്ദുൽ ഖാദർ, MP സജീർ, OV ഷമീൽ, രാധാകൃഷ്ണൻ, C വിജേഷ്, OP അസീസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.